അസ്സലാമലൈക്കും. കുറേ ദിവസമായില്ലേ വീഡിയോ കണ്ടിട്ട്. അങ്ങനെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് റെസിപ്പി വീഡിയോസൊന്നുമല്ല. പെരുന്നാളൊക്കെ കഴിഞ്ഞേരെ മഴയൊക്കെ കൊണ്ട് നല്ലൊരു പനി പിടിച്ചിട്ടുണ്ടായി. ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായില്ല. പുറയിലെല്ലാവർക്കും ഇസോനും ഉമ്മച്ചിക്കും എനിക്കും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പനിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് റീസെറ്റ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. രാവിലെ പൊതുവേ ഡബിൾ പണിയാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഉള്ള നമ്മൾ ഉണ്ടാക്കണം. അപ്പം വയ്യാത്തപ്പം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി പിന്നെ അത് തന്നെ തട്ടിക്കൂട്ടി തിന്ന് പോകലാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഒരു ആട്ടൻ്റെ ദോശയാണ്. ഇതിൽ അധികം വേറൊരു ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്തിട്ടുണ്ടായില്ല. ആട്ടയും ഉപ്പും വെള്ളവും ഇത് നന്നായി കലക്കി ബാറ്ററാക്കി എടുത്ത് അതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരോ ദോശയായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായി. ഇതിട്ട് അവസാനത്തെ ദോശയാണ് കേട്ടോ. അതാ വലിപ്പം കുറവ്. അങ്ങനെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുത്ത് കറിയായിട്ട് ഇന്നലെ രാത്രി മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങയൊക്കെ വെച്ചിട്ട്. അത് തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പിന്നെ റൂമുകളൊക്കെ ഞാൻ വൃത്തിയാക്കി സോഫയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാനിവിടെ എന്തൊക്കെ വർക്ക് ചെയ്തതെന്നാണ് കേട്ടോ കാണിച്ചത്. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉമ്മച്ചിയും മിന്നുമായിട്ട് കൂടി ചെയ്തിട്ടുണ്ടാവും. മുട്ടടിക്കലൊക്കെ മിന്നുവിൻ്റെ പരിപാടിയാണ്. ഓൾക്ക് ഇൻറ്റേൺഷിപ്പും ഉണ്ട്, അപ്പോൾ ഓളും നേരത്തെ പോകും. അങ്ങനെ ജനൽ കൂടി പുറത്ത് നോക്കിയപ്പോൾ അതാ ഇന്നത്തേക്കുള്ള പരിപാടി കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. ഇസു നമ്മൾ എന്ത് പരിപാടി ചെയ്താലും അതിൻ്റെ ഇടയിൽ കൊന്നു വരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഹെൽപ്പ് ചെയ്യാൻ വന്നാന്ന് നോക്കിയപ്പോൾ അല്ല, മഞ്ച കൊണ്ടുതരാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പൊട്ടിച്ചു കൊടുക്കാനാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓളതെനിക്ക് തന്നിട്ട് ഓളങ്ങ് പോയി. പൊട്ടിച്ചു കൊടുക്കാനല്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഓളത് നിന്നിട്ട് പോയി. ഞാൻ പിന്നെ എല്ലാം വേഗം ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് തുടക്കുകയും വേണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വേഗം അടിച്ചു വാരി കഴിഞ്ഞേരെ പോയിട്ട് കുറച്ച് പാത്രങ്ങൾ, ഇത് രാവിലെ പോലെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. മിന്നൊക്കെ പോയിട്ടുണ്ടായി. അപ്പം എല്ലാവരും കഴിച്ച പാത്രവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് ഇവിടെ വയ്യായിക വന്നപ്പം എല്ലാവർക്കും ഒരുമിച്ച് വന്ന്, എല്ലാവർക്കും വന്നാൽ അനിയത്തിക്കും അമ്മക്കും അങ്ങനെ വന്നിട്ടില്ലെങ്കിലും എനിക്കും ഇസോനും ഉമ്മച്ചിക്കും ഞങ്ങൾ പുരയിൽ നിൽക്കണവർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പൊതുവേ ഞങ്ങൾ രാവിലെ എണീച്ച് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേറൊന്നും കഴിക്കാനും കഴിയില്ല. ചിലപ്പോൾ രാവിലത്തും കഴിക്കാൻ കഴിയില്ല. തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ആയിട്ട് ആകെ ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, കിടക്കുക തന്നെയാണ് കൂടുതൽ. അപ്പോൾ എല്ലാം ചെയ്യാനും ഞാൻ റമദാനിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആവുന്നുണ്ടായില്ല. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും വീഡിയോസ് തിരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. റെസിപ്പികളൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ റെസിപ്പി ചെയ്യണമെന്ന്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാത്രം കഴുകൽ
പാത്രങ്ങളിൻ്റെ ഇടയിൽ കൂടി വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് ജഗ്ഗിലോട്ട് വെള്ളം ചുടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാലാണ് ഞാനതിലേക്ക് കരിങ്ങാലിട്ട് വെക്കൽ കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി പാത്രം കൂടി കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകി വെച്ച് കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നേരത്തെ ഈ കാണുന്ന വലിയ പാത്രം ഉണ്ടായതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് പാത്രങ്ങൾ ഉണ്ടെന്ന് തോന്നിയത്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വേഗം ഞാൻ കഴുകി വെച്ച്. നല്ല തൊണ്ടവേദനയായിരുന്നു കേട്ടോ. ഇപ്പോഴും സൗണ്ടൊന്നും റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോസിലും ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെ മടിയായിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മോർണിംഗ് റുട്ടീനായും ഈവനിങ് റുട്ടീനായും റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ അടിച്ചു വാരി വെച്ചിട്ടുണ്ടായില്ലേ, വേഗം പോയി തുടക്കുകയൊക്കെ ചെയ്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഹെൽപ്പിംഗ് ഹാൻഡ്സ് വരുന്നത്, അങ്ങനെ അത് ചെയ്ത്. അപ്പം തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നി നല്ലൊരു കോഫി കുടിക്കണമെന്ന്. അപ്പം ഞാൻ നമ്മളെ ബ്രൂ കോഫി അമേരിക്കാനോ സ്റ്റൈലിലാണ് കേട്ടോ കുടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഐസിട്ട് കുടിക്കാൻ. തൊണ്ടവേദനയ്ക്കും എനിക്കൊരാക്കം കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി അത് കുടിച്ച്. അപ്പം ഉമ്മച്ചിനോട് ചോദിച്ചപ്പോൾ ഉമ്മച്ചിക്ക് ചൂടുള്ളത് മതി പറഞ്ഞ്. അങ്ങനെ ഇസോനും ഉമ്മച്ചിക്കും എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പാല് ഞാൻ വെച്ചിട്ടുണ്ടായി. ഉമ്മച്ചിക്ക് കോഫി തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ഞാൻ ഉപയോഗിച്ചുള്ള ഒരു ഷോട്ട് ഞാൻ ഉപയോഗിച്ച്, ഒരു ഷോട്ട് കോഫീൻ്റെത് ഉമ്മച്ചിക്ക് ഒഴിച്ച്. ഇസോന് ബദാമിൻ്റെ മിൽക്കാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതുണ്ടാക്കി. ചോറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അത് ഉണ്ടായിരുന്നു ഒക്കെ കൊടുത്തേരെയും. അപ്പം ലഞ്ചിനൊന്നും അങ്ങനെ പ്രിപ്പറേഷൻ ഇല്ല. പിന്നെ അടുക്കളയിൽ വെച്ചിട്ടുള്ള കുറച്ച് ചെടികളൊന്നും തീരെ ശ്രദ്ധിച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. കണ്ടില്ലേ വാടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ബാക്കിയുള്ള ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ഒക്കെ വേണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ മുറ്റത്തുള്ള ചെടികളും ഇതേ പരമായിട്ടുണ്ടാകുന്ന കണ്ടത്. നമ്മൾ റംസാനിലൊന്നും അങ്ങനെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. രാവിലെ ഉച്ചക്കൊക്കെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ഈവനിങ്ങിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് ഈവനിങ് വ്ലോഗായിട്ട് അതും ഞാൻ ചെയ്യണതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വീഡിയോയിൽ കാണാം.